ലിസി ഹോസ്പിറ്റലിൻ്റെ വാതക്കൽ ആംബുലൻസ് എത്തിയിരിക്കുന്നു. ഏതാനും നിമിഷം ലിസി ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വളരെ വേഗത്തിൽ തന്നെയാണ് ആംബുലൻസ് ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാനും ലിസി ഹോസ്പിറ്റലിൽ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വളരെ സാഹസികത നിറഞ്ഞ ഒരു ശ്രമത്തിൻ്റെ പര്യവസാനം ആയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് വളരെ സംസ്ഥാനത്ത് ആദ്യമായി എയർ ആംബുലൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉദ്യമം വിജയിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ തന്നെ ഇത് വലിയൊരു നേട്ടമായിരിക്കും. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾക്ക് വലിയ ഊർജ്ജം പകരുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ താമസമെടുക്കുമായിരുന്ന മണിക്കൂറുകൾ നീണ്ട പരിശ്രമം വേണ്ടിവരുമായിരുന്ന ഒരു ശ്രമമാണ് ഏതാനും മണിക്കൂറുകൾ, അതായത് ചുരുക്കം മിനിറ്റുകൾക്കുള്ളിൽ ഏകദേശം 40-50 മിനിറ്റുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ജെനിസ് രാജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലിസി ഹോസ്പിറ്റലിലേക്ക് ഹൃദയവും വഹിച്ചുള്ള വാഹനം എത്തിയിരിക്കുന്നു. തീരുമാനിച്ചുറപ്പിച്ചതിന് വളരെ മിനിറ്റുകൾക്ക് മുൻപ് തന്നെ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിന് ഹോസ്പിറ്റലിൽ എത്താൻ സാധിച്ചിരിക്കുന്നു. വിജയകരമായ ഒരു ദൗത്യം പൂർണ്ണ വിജയത്തിൽ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഇപ്പോൾ മാത്യുവിനെ ശസ്ത്രക്രിയാ മുറിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടാകും. ജെയിൻ, അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? അദ്ദേഹത്തെ ശസ്ത്രക്രിയാ മുറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞോ? തീർച്ചയായിട്ടും ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം ഈ ആംബുലൻസ് എത്തുന്നതിന് മുൻപ് തന്നെ പൂർത്തിയാക്കിയിരുന്നു. നേരെ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ആംബുലൻസിൻ്റെ ഡ്രൈവർ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയായിരുന്നു? വളരെ ടെൻഷനായിരുന്നു. പക്ഷേ ഈ ഒരു വലിയൊരു ദൗത്യത്തിൽ പങ്കാളിയാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ദൗത്യം പോലീസിന് സഹായം ഉണ്ടായതുകൊണ്ട് വളരെ എളുപ്പം തന്നെ, ഒരു പ്രശ്നങ്ങളില്ലാണ്ട് വഴിയിൽ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായില്ല, ഒരു ബ്ലോക്കൊന്നും തന്നെ ഉണ്ടായില്ല. പോലീസ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അവിടെ ഞങ്ങൾ വളരെ നേരത്തെ എത്തി. പരമാവധി നേരത്തെ എത്താൻ പറ്റുന്ന പരമാവധി നേരത്തെ എത്തി. ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം ഇതുവരെ ഭംഗിയായി നടന്നു. എല്ലാ അനുഭവമായിരുന്നു എനിക്ക്. പോലീസിന് എൻ്റെ എല്ലാ ഇതിലും ഈ ടീമിൻ്റെ ഭാഗമായിരുന്നു. ആദ്യമായിട്ടാണ് ആംബുലൻസ് ആട്ടുകൊണ്ടുള്ള ആംബുലൻസ് കൊണ്ടുവരുന്ന ആദ്യമായിട്ടായിരുന്നു. ഞാൻ ഡോക്ടേഴ്സിൻ്റെ കൂടെയായിരുന്നു കൂടുതലും. എൻ്റെ ബാലൻ തന്നെ ചേട്ടനായിരുന്നു. പുള്ളിയായിരുന്നു സീനിയർ. പുള്ളിയാണ് എപ്പോഴും ആട്ടായിട്ട് പോകുന്നത്. പുള്ളി ഇതിൻ്റെ ആവശ്യമായിട്ട് തിരുവനന്തപുരത്തായിരുന്നു. അവിടെ നിന്ന് വരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. വളരെ സന്തോഷം. എല്ലാത്തിലും ഞാൻ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഹൃദയം എൻ്റെ വണ്ടിയിലായിരുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് വളരെ ഭംഗിയായി തന്നെ ഇവിടെ എത്തി. ഒന്നും ഉണ്ടായില്ല. എല്ലായിടത്തും നോർമൽ ഇതിൽ തന്നെ അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നേ പോകുന്നുള്ളൂ. എങ്ങും പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഒരു 80-90 കിലോമീറ്റർ അതിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ല. റോഡ് ഇതായതുകൊണ്ട് അതിൽ കൂടുതൽ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. പരമാവധി വേഗത ഒരു 90 കിലോമീറ്റർ വരെ സ്പീഡിൽ. പക്ഷെ അതിനുമുമ്പ് അത്രയും അപ്പോഴേക്ക് എത്തിയായിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം എത്തി.